ഈ ഭാരതാംബ വിഷയം വീണ്ടും കെട്ടടങ്ങുന്നില്ല. വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അതോടൊപ്പം തന്നെ പ്രതിഷേധവും ഒക്കെ തുടരുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഭാരതാംബയുടെ പേരിൽ ഇത്രയധികം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്? ഭാരതാംബ അതായത് ഭാരതാംബ എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി വരച്ച ഒരു ചിത്രമാണ്. ഇന്ന് അത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അത് ആ ചിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് വിദേശീയരായിട്ടുള്ള ആളുകളിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ചിത്രത്തിന്റെ പ്രാധാന്യം. ആ ചിത്രത്തില് ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കൊടിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ത്രിവർണ പതാകയാണ്. ത്രിവർണ പതാക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ പതാകയാണ്. അതിന് പകരം നമ്മൾ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു പതാക, അതായത് കാവിക്കൊടി പിടിച്ച ഒരു ചിത്രം വെച്ചതാണ് ഇതിന്റെ പ്രശ്നമല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഗവർണറാണ്. ഇത് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാണേണ്ടതാണ്. അതായത് ഒരു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി വെക്കുകയും ആ പരിപാടിയിൽ ഒരു ഭാരതാംബയുടെ പരിസ്ഥിതി ദിനത്തിൽ ഭാരതാംബയുടെ ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു ചിത്രമാണത്. അപ്പൊ അവിടെ കൊണ്ടുപോയി ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചു. ഭാരതാംബ നമ്മൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഭാരതാംബയെ. അതായത് ഇന്ത്യയുടെ ഒരു ഭൂപടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഭാരതാംബ എന്ന നിലയിൽ അത് കുട്ടികൾ അതൊക്കെ വേഷം കെട്ടി ഇപ്പോഴും നമ്മളെ ടാബ്ലോകളിലൊക്കെ ഭാരതാംബയെ അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ അതിന്റെ കയ്യിലിരിക്കുന്ന കൊടിയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഗവർണർ പറയുന്നത് അതാണ് യഥാർത്ഥ ഭാരതാംബ അല്ല. അതിപ്പോ അതാണ് ഇതിന്റെ പ്രശ്നം. അതായത് ഭരണഘടനാ ചർച്ച നടക്കുന്ന സമയത്ത് ഈ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് അതിൽ അന്നുണ്ടായിരുന്ന ജനസംഘത്തിന്റെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നല്ലോ. പക്ഷെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അത് ഉൾപ്പെടുത്താതെ പോവുകയും ഇന്ത്യ ഇന്ന് അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയെ അനുസരിച്ച് നമ്മളുടേത് ത്രിവർണ പതാകയാണ്. ആ ത്രിവർണ പതാകയ്ക്ക് എതിരായിട്ട് പറഞ്ഞ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റം കൂടിയാണ്. അപ്പൊ ആ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഗവർണർ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഗവർണർ അന്നത്തെ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടാക്കി. അപ്പൊ സ്വാഭാവികമായി മന്ത്രി അടക്കം അതിൽ പങ്കെടുത്തില്ല. ഞാൻ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിക്ക് ചെയ്യില്ല എന്ന് പി പ്രസാദ് മന്ത്രി പ്രഖ്യാപിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് വേറൊരു ബോർഡിന്റെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിപാടിക്ക് അതിലൊരു BJP-കാരൻ ആ ബോർഡിലുള്ളൂ. അയാൾ കൊണ്ട് ഇതേ ഭാരതാംബ വീണ്ടും വെക്കുകയാണ്. അതിനുശേഷം അവിടെയും ഒരു പ്രതിഷേധമുണ്ടായി. അതിനുശേഷം സർവകലാശാലകളിലേക്ക് ഇതേ പരിപാടി വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് വി ശിവൻകുട്ടി അതിൽ നിന്നും ഗവർണറുടെ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അത് പിന്നീട് വിദ്യാർത്ഥികൾ ആ സമരം ഏറ്റെടുക്കുകയും നമ്മൾ ഇതിനെ കേരളത്തിനെ ഒരു എന്താ പറയുക കാവിക്കൊടി ഈ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു RSSന്റെ ശ്രമമാണ് എന്ന നിലയിൽ ഇതിലിപ്പോ ശരിക്കും പറഞ്ഞാൽ RSSന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാരതാംബ അവിടെ വെച്ചിരിക്കുന്നു. അപ്പൊ മന്ത്രിമാര് ശക്തമായി പ്രതിഷേധിക്കുന്നു, ഇതൊരു വലിയ വിവാദമാക്കി മാറ്റുന്നു. ഇത് അതിനകത്തൊന്നും ഒന്നും നോക്കാതിരുന്നെങ്കിൽ ഇത് ഇത്രയധികം അങ്ങനെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നമ്മൾക്ക് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം RSSന്റെ രാഷ്ട്രീയത്തിനെതിരാണ്. മാത്രമല്ല അവര് ഭരണഘടനയെ തകർക്കുന്നയും മനുസ്മൃതിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുമാണെന്നുള്ള വിയോജിപ്പ് ഇടതുപക്ഷം സൂക്ഷിക്കുകയും ആ ഇടതുപക്ഷം ജനാധിപത്യപരമായ പ്രോസസ്സിലൂടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പി പ്രസാദ് മന്ത്രിയെ സംബന്ധിച്ചും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും RSSന്റെ കാവിക്കൊടിനെ അംഗീകരിക്കുന്നവരല്ല. സ്വാഭാവികമായും അവരെ രാഷ്ട്രീയം പ്രഖ്യാപിക്കും. അപ്പൊ ഇവിടെ എന്താണ്ടായ ഒരു ഗവർണറുടെ സ്ഥാനത്തല്ല RSSന്റെ ഒരു ലീഡർഷിപ്പ് എന്ന നിലയിലാണ് അദ്ദേഹവും പെരുമാറിയത്. അതായത് ഗവർണർ രണ്ടുപേരുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. പക്ഷേ രണ്ടുപേരുടെ വീഴ്ചയല്ല, ആദ്യം തുടങ്ങിയതാര്? അല്ല, ഇതില് കുറച്ചുകൂടെ ഒരു സംയമനം അല്ലെങ്കിൽ അസഹിഷ്ണുത കൂടുതൽ കാണിച്ചത് CPM തന്നെയാണ്. അല്ല, ഇത് അസഹിഷ്ണുതയല്ല, ഇത് രാഷ്ട്രീയമാണ്. ഇതില് യഥാർത്ഥത്തിൽ ഗവർണർക്കെതിരെ കേസെടുക്കാം. ഈ പറഞ്ഞ BJP-കാരനെതിരായിട്ട് കേസെടുക്കാം. ഇപ്പൊ ഇവിടെ ഒരു ആർപ്പവാർത്തവം എന്നൊരു പരിപാടി നടത്തി ഞങ്ങള്. അത്
ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായപ്പോൾ ഞങ്ങളൊരു പരിപാടി വെച്ചതിന്റെ പേരിൽ എനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്ത ഈ സർക്കാർ ആദ്യം ഇത് ഭയങ്കര ആർജവത്തോടുകൂടി പോലീസിനെ ഉപയോഗിച്ച് യുവതികളെ കയറ്റാൻ ശ്രമിച്ചു. പിന്നീട് ജനങ്ങൾ അതൊന്നുമല്ല അതിൽ പ്രശ്നം. അതിൽ പ്രശ്നം സർക്കാർ ജനവികാരം പിന്നെ സർക്കാർ പിന്തിരിഞ്ഞെന്തിനാ പ്രശ്നം. ഭരണഘടനാപരമായി സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായപ്പോ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഞങ്ങൾക്കെതിരെ ഇതേ സർക്കാർ LDF സർക്കാരാണ് കേസെടുത്തത്. ഇത്രയധികം ബലം പ്രയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ വിഷയം അതല്ലല്ലോ ബിനു. ഞാൻ സർക്കാർ അർദ്ധരാത്രി കയറ്റി എന്നുള്ളതല്ല. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സമാധാനപരമായി എറണാകുളത്ത് നടത്തിയ ഒരു പരിപാടിയിൽ എനിക്കെതിരെ ഈ LDF സർക്കാർ എന്ത് ചെയ്തിരിക്കുക, ഒരു കേസെടുത്ത് ഇന്ന് ആ കേസുണ്ട്. ഇന്ന് ഞാനതിൽ പ്രതിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സർക്കാരാണത്. ഇവിടെ മനഃപൂർവം ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയാക്കാനും ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിക്കാനും ചെങ്കോട്ടയിൽ കാവിക്കൊടി കുത്താനുമുള്ള വളരെ കൃത്യവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഒരു RSSകാരനായിട്ടുള്ള ഒരു ഗവർണർ, നേരത്തെ ഇപ്പൊ SFIക്കാർ പറയണത് എന്താ, അയ്യോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ എത്രയോ നല്ലതായിരുന്നു, കുറെ വളവളാന്ന് വർത്തമാനം പറയുന്നതല്ലാതെ ഇത്രയും സൈലന്റ് ആയിട്ട് RSSന്റെ രാഷ്ട്രീയം എന്ത് ചെയ്യില്ലായിരുന്നു, ഇങ്ങനെ കൊണ്ടുവരില്ലായിരുന്നു. ഇപ്പൊ ഈ ഗവർണർ എന്താ ചെയ്ത്, എന്തിനാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്? ഒരു സ്ത്രീ കാവിക്കൊടിയുമായി പ്രതിഷേധവുമായി വരികയാണ്. സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് അയാൾ എടുത്തത്. മനസ്സിലായില്ലേ? അതൊരു പ്രതിഷേധം കൂടിയാണല്ലോ. അങ്ങനെ പ്രതിഷേധിക്കുന്ന ഒരാളെ അവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ എന്തിനാണ് അയാളെ സസ്പെൻഡ് ചെയ്യണത്? അത് വളരെ തെറ്റായിട്ടുള്ള, അതൊരു നടപടിക്രമം പോലും പൂർത്തീകരിക്കാതെ അയാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പൊ വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇതിപ്പോ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇവരും വളരെ അസഹിഷ്ണുതയും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക വേണമല്ലോ. അതല്ല രാഷ്ട്രീയം. കാരണം രണ്ട് രാഷ്ട്രീയമാണത്. ഒന്ന് RSSന്റെ രാഷ്ട്രീയം, അത് ഗവർണർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പുറത്ത് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം, അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വേറെ രാഷ്ട്രീയം. ഈ മുഖ്യമന്ത്രിയും മറ്റുള്ള ആളുകളും ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടിലും ഈ ഭരണഘടന സംരക്ഷിക്കണമെന്നും RSS ഭരണഘടനയെ മാറ്റി മനുസ്മൃതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള രാഷ്ട്രീയമായ നിലപാട് അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടരും തമ്മിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും. പക്ഷെ വളരെ ബോധപൂർവം കൊണ്ടുവരാൻ ശ്രമിച്ച് ഓപ്പൺ ആയിട്ട് ഭരണഘടനയെ ചലഞ്ച് ചെയ്തതാണ് ഗവർണർ ചെയ്ത തെറ്റ്. ഇപ്പോ ഒരു കാവിക്കൊടി പിടിച്ച് ഇനി ഒരു KSUകാരൻ അയാളുടെ കൊടി പിടിച്ചിട്ട് ഒരു പ്രതിഷേധം നടത്തിയാലും അയാൾ അറസ്റ്റ് ചെയ്യണ്ടേ? SFIക്കാരൻ അയാളുടെ കൊടി പിടിച്ച് ഒരു പ്രതിഷേധം ചെയ്താലും ചെയ്യുമല്ലോ, പോലീസ് ചെയ്യും. അതല്ലേ ചെയ്തുള്ളൂ. അതിനെന്തിനാണ് ഈ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യണത്? ഒരു വിശദീകരണം ചോദിക്കാം. അത്രയല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് മാത്രമല്ല, അങ്ങനെ ചെയ്തിട്ട് ഇദ്ദേഹം റഷ്യയിലേക്ക് പറക്കം ചെയ്തു. ഇവിടെ എന്തും ഉണ്ടായിക്കോട്ടെ, ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കട്ടെ, ഇവിടെ അതിനൊരു വിശദീകരണവും ഇല്ലല്ലോ ഒരു കാര്യത്തിനും. അങ്ങനെ വിശദീകരണമില്ലാതെ ഏകാധിപത്യപരമായി ഗവർണർക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമോ? അങ്ങനെ ഭരിക്കുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം ഇവിടെ നിൽക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ നടപടി എടുത്തത്? അത് മാത്രമല്ല, കുറെ നാളുകളായി സിസ തോമസിനെ, ഇതിപ്പോ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് മുതൽ സിസ തോമസിനെ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ നേരെ തന്നെ അവർക്ക് ചാർജും കൊടുത്തിട്ട് ഒറ്റ മുങ്ങലണിഞ്ഞ് റഷ്യയിൽ ഇദ്ദേഹത്തിന് എവിടെ പോയിട്ട് എടുക്കാനാണ്? എത്ര ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വരിക? അപ്പൊ അതൊരു നിരുത്തരവാദിത്വം മാത്രമല്ല, അതൊരു വളരെ ബോധപൂർവമായിട്ടുള്ള RSSന്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഈ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ, നിങ്ങൾ അത് വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിച്ചാ, RSSന്റെ സെക്രട്ടറി പറഞ്ഞു ഭരണഘടനയുടെ ആമുഖത്തിൽ എനിക്ക് താല്പര്യമില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട് എന്ന്. എന്താ അത്? RSSന് താല്പര്യമില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന് മതേതരത്വം, പിന്നെ സോഷ്യലിസം. ഇത് രണ്ടും എടുത്തു കളയണമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഗവർണർ ഈ പ്രവർത്തനങ്ങൾ RSSകാരെ ഒരു കൊടി പിടിക്കുന്നതൊന്നും നിസ്സാരമായിട്ടുള്ള ഒരു വിഷയമായി ഇടതുപക്ഷ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.